നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പാക് അഫ്ഗാൻ അതിർത്തിയിൽ സൈന്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി. 58 പാക് സൈനികരെ വധിച്ചെന്ന് അഫ്ഗാൻ. 19 പോസ്റ്റുകൾ പിടിച്ചെടുത്തെന്ന് പാകിസ്ഥാൻ. സംഘർഷം അവസാനിപ്പിച്ചത് ഖത്തറും സൗദി അറേബ്യയും ഇടപെട്ടെന്ന് റിപ്പോർട്ട്. സമാധാന കരാറിന്റെ ഭാഗമായി 20 ഇസ്രയേലി ബന്ദികളെ ഹമാസ് നാളെ മോചിപ്പിക്കും. ഗാസയിലേക്ക് സഹായ ട്രക്കുകൾ എത്തിത്തുടങ്ങി. വെടിനിർത്തൽ കരാർ ഒപ്പിടുന്നതിനുള്ള ഉച്ചകോടി നാളെ. ട്രംപും മാക്രോണും സ്റ്റെയ്മറും ഉൾപ്പെടെ 20 ലോക നേതാക്കൾ സാക്ഷ്യം വഹിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പകരം വിദേശകാര്യ സഹമന്ത്രി എത്തും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡും പ്രതി. കട്ടിളപ്പടിയിലെ സ്വർണ്ണ കവർച്ച എ പത്മകുമാർ, കെ പി ശങ്കരദാസ്, എൻ വിജയകുമാർ എന്നിവർ അടങ്ങിയ മുൻ ബോർഡിന്റെ അറിവോടെയെന്ന് എഫ്ഐആർ. പ്രതിയാക്കിയെങ്കിൽ കോടതിയിൽ മറുപടി പറയുമെന്ന് പത്മകുമാർ. 98 മുതലുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിക്കട്ടെ എന്ന് PS പ്രശാന്ത്. കുറ്റക്കാർ ആരായാലും അകത്താക്കുമെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. അന്വേഷണ നടപടി തുടങ്ങി ED. പേരാമ്പ്ര സംഘർഷത്തിൽ പോലീസിനെതിരെ റൂറൽ SP KE ബൈജു. പോലീസിലെ ചിലർ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കി. ഷാഫി പറമ്പിൽ MPയെ പിന്നിൽ നിന്നും ആരോ ലാത്തി കൊണ്ടടിച്ചു. ലാത്തി ചാർജ് നടന്നിട്ടില്ലെന്നും റൂറൽ SP. DYSPമാരടക്കം 3 പേർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് DGPക്ക് പരാതി നൽകി കോൺഗ്രസ്. പേരാമ്പ്രയിൽ ചൊവ്വാഴ്ച രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്താൻ LDF. ഷാഫി 2 ദിവസം കൂടി ആശുപത്രിയിൽ തുടരും. ലൈഫ് മിഷൻ തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രിയുടെ മകനെ ED സമൻസ് അയച്ചത് പ്രതികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ. തുടർ നടപടി നിലച്ചതിൽ ദുരൂഹത. വിവേകിന്റെ പങ്കിന് വേണ്ടത്ര തെളിവില്ലാത്തതുകൊണ്ടെന്ന് EDയുടെ വിശദീകരണം. മകന്റെ സമൻസിനെ കുറിച്ച് മുഖ്യമന്ത്രി പാർട്ടിയിലും വിശദീകരിച്ചില്ല എന്ന് സൂചന. രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് പ്രതിരോധിച്ച് CPM. BJP CPM ഒത്തുകളിയെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷം. പാക് അഫ്ഗാൻ അതിർത്തിയിൽ ഇരു രാജ്യങ്ങളുടെയും സേനകൾ തമ്മിൽ ഏറ്റുമുട്ടി. പ്രകോപനമില്ലാതെ ആക്രമിച്ചെന്ന് ഇരു രാജ്യങ്ങളും പരസ്പരം ആരോപിച്ചു. സംഘർഷത്തിൽ 19 അഫ്ഗാൻ സൈനിക പോസ്റ്റുകൾ പിടിച്ചെടുത്തെന്ന് പാകിസ്ഥാനും പാകിസ്ഥാന്റെ 58 സൈനികരെ കൊലപ്പെടുത്തിയെന്ന് അഫ്ഗാനും പ്രതികരിച്ചു. അഫ്ഗാനിസ്ഥാൻ പാക് ബന്ധം ദിവസങ്ങൾ കഴിയുന്തോറും വഷളായി വരികയാണ്. പാക് അഫ്ഗാൻ അതിർത്തികളിലെ ചെക്ക് പോസ്റ്റുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഭൂരിഭാഗം ആക്രമണങ്ങളും നടന്നത്. ബഹ്റാംപൂർ ജില്ലയിലെ ഡുറന്റ് ലൈനിന് സമീപം കഴിഞ്ഞ രാത്രി അഫ്ഗാൻ സേന നടത്തിയ പ്രത്യാക്രമണത്തിനിടെയാണ് 15 പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടതെന്ന് ഹെൽമന്ദ് പ്രവിശ്യ ഗവൺമെന്റിന്റെ വക്താവ് മൗലവി മുഹമ്മദ് ഖാസിം റിയാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. പാകിസ്ഥാന്റെ 3 സൈനിക ഔട്ട്പോസ്റ്റുകളും ആയുധങ്ങളും വെടിക്കോപ്പുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. അതേസമയം കാബൂൾ, പക്തിക പ്രവിശ്യകളിൽ പാകിസ്ഥാൻ അടുത്തിടെ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ 30 തീവ്രവാദികളെ വധിച്ചുവെന്ന് പാകിസ്ഥാൻ അവകാശപ്പെട്ടിരുന്നു. പാക് പ്രകോപനത്തിന് കനത്ത തിരിച്ചടി നൽകിയെന്നാണ് അഫ്ഗാൻ അറിയിച്ചത്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലെ ഹെൽമന്ദ്, കാണ്ഡഹാർ, സാബൂൾ, പക്തിക, പക്തിയ, ഖോസ്റ്റ്, നങ്കർഹാർ, കുനാർ എന്നീ പ്രവിശ്യകളിലെ പാകിസ്ഥാൻ പോസ്റ്റുകൾക്ക് നേരെ അഫ്ഗാൻ സേന ആക്രമണം നടത്തി. അതേസമയം ഇന്ത്യയും അഫ്ഗാനും തമ്മിൽ കൂടുതൽ അടുക്കുന്നത് പാകിസ്ഥാനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖിക്ക് ഇന്ത്യയിൽ ലഭിച്ച ഊഷ്മളമായ സ്വീകരണമാണ് പാകിസ്ഥാനെ അസ്വസ്ഥമാക്കിയത്. അഫ്ഗാനിസ്ഥാനെ ഉപയോഗിച്ച് പാകിസ്ഥാനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഇന്ത്യയാണെന്നാണ് പാകിസ്ഥാന്റെ വാദം. അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാന്റെ 1-ാം നമ്പർ ശത്രുവെന്നാണ് ആരോപണം. താലിബാന് മേലുള്ള തങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടുവെന്ന് പാകിസ്ഥാൻ ഭയക്കുന്നു. പാകിസ്ഥാനെ വെല്ലുവിളിച്ചാൽ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും കടുത്ത പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നാണ് പാകിസ്ഥാന്റെ മുന്നറിയിപ്പ്. എന്നാൽ ഇന്ത്യയുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി അഫ്ഗാൻ മണ്ണ് ഒരു തരത്തിലും ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്നാണ് അഫ്ഗാൻ നിലപാട്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഗാസ വെടിനിർത്തൽ കരാർ ഒപ്പിടുന്നതിനുള്ള ഉച്ചകോടി നാളെ നടക്കും. ട്രംപും മാക്രോണും സ്റ്റെയ്മറും ഉൾപ്പെടെ 20 ലോക നേതാക്കൾ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പകരം വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗാണ് പങ്കെടുക്കുക. ഗാസ മുനമ്പിലെ യുദ്ധം അവസാനിപ്പിക്കുക, മിഡിൽ ഈസ്റ്റിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പുവരുത്തുക എന്നീ ലക്ഷ്യത്തോടെയാണ് ഈജിപ്തിൽ ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. അതിനിടെ ബന്ദി കൈമാറ്റത്തിൽ പ്രതീക്ഷയോടെ ഹമാസും ഇസ്രയേലും രംഗത്ത് വന്നു. വെടിനിർത്തലിൻ്റെ പശ്ചാത്തലത്തിൽ ഹമാസ് ബന്ദികളാക്കിയ 20 പേരെയും നാളെ മോചിപ്പിച്ചേക്കും. ഇസ്രായേൽ ജയിലിൽ കഴിയുന്ന 250 പാലസ്തീനികളെയും തടഞ്ഞുവച്ചിട്ടുള്ള 1700 പേരെയും മോചിപ്പിക്കും. ഗാസയിലേക്ക് സഹായവുമായി 100 കണക്കിന് ട്രക്കുകൾ എത്തിത്തുടങ്ങി. അതേസമയം ഇസ്രായേൽ സൈന്യം പിന്മാറിയതിനെ തുടർന്ന് ഗാസയുടെ വടക്കൻ മേഖലയിലേക്ക് കഴിഞ്ഞ 2 ദിവസങ്ങൾക്കുള്ളിൽ ഏകദേശം 5 ലക്ഷത്തിലധികം പാലസ്തീൻ പൗരന്മാർ മടങ്ങിയെത്തിയതായി പാലസ്തീൻ ഉദ്യോഗസ്ഥർ അറിയിച്ചു.
ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ 2019 ദേവസ്വം ഭരണസമിതിയെ കൂടി പ്രതി ചേർത്ത എഫ്ഐആർ രണ്ടാം എഫ്ഐആറിലാണ് എ പത്മകുമാർ പ്രസിഡന്റായ ഭരണസമിതിയെ പ്രതി ചേർത്തിരിക്കുന്നത്. ശ്രീകോവിലിലെ കട്ടിളപ്പാളികൾ കൊണ്ടുപോയി സ്വർണം ഉരുക്കിയ കേസിലാണ് 8ാം പ്രതിപട്ടികയിൽ ദേവസ്വം ഭരണസമിതി ഉൾപ്പെട്ടിട്ടുള്ളത്. ശബരിമല സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ട് 2 എഫ്ഐആറുകളാണ് പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ ചെന്നൈയിൽ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയത് ആദ്യ എഫ്ഐആറിലും കട്ടിളപ്പാളികൾ ഇളക്കിയത് 2ാമത്തെ എഫ്ഐആറിലുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യത്തെ എഫ്ഐആറിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ 10 പേർ പ്രതികളാണ്. 2ാമത്തെ എഫ്ഐആറിലാണ് 2019 ദേവസ്വം ഭരണസമിതിയെ കൂടി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 8ാമത്തെ പ്രതിസ്ഥാനത്താണ് അന്നത്തെ ദേവസ്വം ഭരണസമിതി ചേർത്തിരിക്കുന്നത്. എ പത്മകുമാർ പ്രസിഡന്റായ ഭരണസമിതിയാണ് 2019 ഉണ്ടായിരുന്നത്. എന്നാൽ പേരുകൾ പ്രതിപാദിക്കുകയോ എത്ര പേരുണ്ടെന്ന് പറയുകയോ ചെയ്തിട്ടില്ല. കട്ടിളപ്പാളികൾ ഉൾപ്പെടെ ഇളക്കി മാറ്റിയപ്പോൾ കൃത്യമായ അനുവാദം വാങ്ങിയില്ല എന്നുള്ളതും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചപ്പോൾ ഉദ്യോഗസ്ഥർ കൂടെ പോയില്ല എന്നുള്ളതും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ദേവസ്വം ബോർഡിന് ഇതിലൂടെ ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായി എന്നും ഇതിന് ഭരണസമിതിയും കാരണമായി എന്നുമാണ് പറയുന്നത്. 2ാമത്തെ എഫ്ഐആറിലും 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും 2ാം പ്രതി അദ്ദേഹത്തിന്റെ കൂട്ടാളി കൽപേഷുമാണ്. 3ാം പ്രതി ദേവസ്വം കമ്മീഷണറും 4ാം പ്രതി തിരുവാഭരണ കമ്മീഷണറുമാണ്. എക്സിക്യൂട്ടീവ് ഓഫീസർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നിവരും പ്രതിപട്ടികയിലുണ്ട്. ദേവസ്വം വിജിലൻസും ഹൈക്കോടതി നിർദ്ദേശപ്രകാരം SITയും അന്വേഷണം നടത്തുമ്പോഴാണ് ഏറ്റവും നിർണായകമായ കണ്ടെത്തലുകൾ പുറത്തുവരുന്നത്. SIT സംഘം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലും പരിശോധന നടത്തുന്നുണ്ട്. കുറ്റവാളികൾ ആരായാലും മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്നും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്നും നിയമസഭയ്ക്കകത്തും പുറത്തും വ്യക്തമാക്കിയ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അതേസമയം എഫ്ഐആറിനെ കുറിച്ച് വിവരം ലഭിച്ചിട്ടില്ല എന്നും അറിഞ്ഞിട്ടില്ല എന്നും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും വ്യവസ്ഥാപിതമല്ലാത്ത ഒന്നും ചെയ്തിട്ടില്ല എന്നും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ പറഞ്ഞു. പറയേണ്ടിടത്ത് മറുപടി പറയുമെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ സത്യസന്ധമായി നടക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതുപോലെ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് നല്ല അഭിപ്രായമുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. അവർ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് കോടതിയിൽ അക്കാര്യങ്ങൾ തെളിയിക്കാൻ കഴിയും. എൻ്റെ ഭാഗത്തോ എൻ്റെ ഭരണസമിതിയുടെ കാലത്തോ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും പരിശോധിക്കണമെന്ന് തന്നെയാണല്ലോ ഞാനെന്ന് പറഞ്ഞിട്ടുള്ളത്. താൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയതിനു ശേഷവും മാനദണ്ഡങ്ങൾ ലംഘിച്ച അയ്യപ്പൻ്റെ ഒരു സ്വത്തും പുറത്തു കൊണ്ടുപോയിട്ടില്ല എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ശബരിമലയിലെ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സത്യസന്ധവും സുതാര്യവുമായാണ് ബോർഡ് തീരുമാനിച്ചതെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. 2024 മുതൽ തിരുവാഭരണ കമ്മീഷണർക്ക് തങ്ങൾ കൊടുത്ത ഉത്തരവുകൾ മാധ്യമപ്രവർത്തകർക്കെല്ലാം അയച്ചു തരാമെന്നും ആരുടെയെങ്കിലും ഇഷ്ടപ്രകാരം പാളികൾ കൊടുക്കാൻ പാടില്ലെന്ന നിലപാടാണ് താൻ സ്വീകരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ഏതെങ്കിലും ഒരു ഉത്തരവിൽ ഉണ്ണികൃഷ്ണന്റെ കയ്യിൽ കൊടുത്തുവിടാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജിവെക്കാൻ താൻ തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി എന്നെ വിളിച്ചപ്പോൾ ഞാൻ തന്നെ കൃത്യമായ നിലപാട് പറഞ്ഞു. ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. ആ ബോർഡിൻ്റെ 4 ഉത്തരവുകൾ നിങ്ങൾക്ക് തരാം, നിങ്ങൾ പരിശോധിച്ചു. 2025 പാളികൾ കൊണ്ടുപോയതിന്റെ ഉത്തരവാദിത്വം ബോർഡിനാണെന്നും എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് കൊണ്ടുപോയതെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോഴത്തെ ബോർഡിനെ സംശയനിഴലിൽ നിർത്തേണ്ട ആവശ്യമില്ലെന്നും ദുരൂഹതകൾ അവസാനിക്കണമെന്നാണ് ബോർഡിന്റെ നിലപാടെന്നും പ്രശാന്ത് വ്യക്തമാക്കി. ഇപ്രാവശ്യം കൊണ്ടുപോയതിൻ്റെ സമ്പൂർണ്ണമായ ഉത്തരവാദിത്വം ബോർഡിനാണ്. ബോർഡ് അത് കൃത്യമായി ആലോചിച്ചും അത് മാനദണ്ഡങ്ങൾ പാലിച്ചും കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെയാണ് കൊണ്ടുപോയത്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാനാണ് കുഴപ്പക്കാരനെങ്കിൽ എന്നെ ശിക്ഷിക്കട്ടെ. വിവാദം സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കട്ടെ എന്നും കുഴപ്പക്കാരൻ താനാണെങ്കിൽ തന്നെ ശിക്ഷിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. പാളിക്ക് തൂക്കക്കുറവുണ്ടെന്ന വിജിലൻസ് റിപ്പോർട്ടും പ്രശാന്ത് തള്ളി. ഭഗവാന്റെ ഒരു തരി പൊന്നുപോലും കട്ടുകൊണ്ടുപോകാൻ സർക്കാരോ ദേവസ്വം മന്ത്രിയോ ബോർഡോ കൂട്ടുനിന്നിട്ടില്ല. വിജിലൻസ് റിപ്പോർട്ട് പുറത്തു വരുന്നതുവരെ 6 ആഴ്ച കാക്കണമെന്നും സമാന്തര അന്വേഷണവും സമാന്തര വാർത്തയും കൊടുത്ത് ഭക്തരെ പരിഭ്രാന്തരാക്കരുതെന്നും പ്രശാന്ത് പറഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ അന്വേഷണം നടക്കട്ടെ എന്ന് ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ 6 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ഇതിനുള്ളിൽ മുഴുവൻ കാര്യങ്ങളും പുറത്തുവരും. കുറ്റക്കാർ ആര് തന്നെയായിരുന്നാലും നടപടിയെടുക്കും. സുതാര്യമായ അന്വേഷണം നടത്തി യാഥാർത്ഥ്യം പുറത്തുവരണം. ED അന്വേഷണം വരുമെന്ന അഭ്യൂഹങ്ങൾ സംബന്ധിച്ച ചോദ്യത്തോട് ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്നും വി.എൻ. വാസവൻ പ്രതികരിച്ചു.
ഇല്ല, ഇപ്പോൾ വന്നിരിക്കുന്ന വരട്ടെ, അന്വേഷണം നടക്കില്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അവർ വിജിലൻസ് കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 10 പേരെ പ്രതി ചേർത്താണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി 1-ാം പ്രതിയായിട്ടാണ് നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടത്. ആ FIR-ൽ ആരൊക്കെ വരുന്നതൊക്കെ നമുക്ക് പരിശോധിച്ചിട്ട് അതിൻ്റെ ഒരു അന്വേഷണം നടക്കട്ടെ. 6 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിരിക്കുന്നത്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ വിജിലൻസിന്റെ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ തനിക്ക് അറിയില്ല എന്ന് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. മാധ്യമങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് അറിയുന്നത്. ഇത് വായിക്കാനോ പഠിക്കാനോ സമയം കിട്ടിയിട്ടില്ല. 6 ആഴ്ചയ്ക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ യഥാർത്ഥത്തിൽ റിപ്പോർട്ടിനെ സംബന്ധിച്ചൊന്നും തന്നെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഇന്ന് രാവിലെ ഒരു മാധ്യമ പ്രവർത്തകൻ അറിഞ്ഞപ്പോഴാണ് 2 മുൻ പ്രസിഡന്റുമാർ 2 പേര് FIR-ൽ പ്രതി ചേർത്തതായിട്ട് മനസ്സിലാക്കുന്നത്. എന്തിന് പ്രതി ചേർത്തു എന്നും എനിക്കറിയില്ല. അത് പഠിച്ചാലും മനസ്സിലാക്കിയാലും എന്തെങ്കിലും പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഒരു സത്യസന്ധമായിട്ടുള്ള ശരിയായിട്ടുള്ള അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുകയാണ്. ആ അന്വേഷണം 6 ആഴ്ചയ്ക്കകത്ത് പൂർത്തീകരിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുമുണ്ട്. ശബരിമല വിഷയത്തിൽ യഥാർത്ഥ പ്രതികൾ ഒളിവിലെന്ന് ACC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. CPM അറിയാതെ ഒന്നും നടക്കില്ല. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനും ഉത്തരവാദിത്വമുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയം അന്വേഷിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ക്രൈംബ്രാഞ്ച് FIR രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് EDയുടെ നീക്കം. പ്രാഥമിക അന്വേഷണം ആരംഭിച്ചതായാണ് വിവരം. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ECIR രജിസ്റ്റർ ചെയ്യുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ശബരിമല സ്വർണ്ണ വിവാദവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ, പണപ്പിരിവ്, കള്ളപ്പണ ഇടപാടുകൾ എന്നിവയെപ്പറ്റിയും ED അന്വേഷിക്കും. നിലവിൽ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ FIR പകർപ്പ് ED ആവശ്യപ്പെടും. SIT റിപ്പോർട്ട് സമർപ്പിച്ച ശേഷമാകും ED തുടർ നടപടികളിലേക്ക് കടക്കുക. അതോടൊപ്പം വിജിലൻസ് റിപ്പോർട്ടും മൊഴികളും പരിശോധിക്കും. ദേവസ്വം ബോർഡിനെതിരെയും സംശയങ്ങൾ ഉന്നയിക്കുന്നതാണ് വിജിലൻസ് റിപ്പോർട്ട്. 2019 ബോർഡിന് വീഴ്ച പറ്റിയതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഈ വിവരങ്ങളെല്ലാം EDയുടെ അന്വേഷണ പരിധിയിൽ വരും. അമൃത ന്യൂസ്, കൊച്ചി. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ FIR രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ അന്വേഷണം ഊർജിതമായി SIT. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി എടുക്കാനാണ് നീക്കം. അതിനുശേഷം മുരാരി ബാബു ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യും. SIT സംഘം പത്തനംതിട്ടയിൽ ക്യാമ്പ് ചെയ്തായിരിക്കും അന്വേഷണം. ദ്വാരപാലക, ശില്പപ്പാളി, കട്ടിള എന്നിവയിൽ നിന്ന് സ്വർണം കവർന്ന 2 കേസുകളിലായി ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി രേഖപ്പെടുത്തും. ഇതിനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ഹാജരാകാൻ SIT ആവശ്യപ്പെട്ടുവെന്നാണ് വിവരം. അതിനുശേഷം മുരാരി ബാബു ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യും. നിലവിൽ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് കമ്പനിയെ പ്രതിയാക്കിയിട്ടില്ല. കൂടുതൽ അന്വേഷണത്തിന് ശേഷമായിരിക്കും പ്രതി ചേർക്കുക. വേർതിരിച്ചെടുത്ത സ്വർണം ഒരു സുഹൃത്തിന് നൽകിയെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം വിജിലൻസിന് മൊഴി നൽകിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതനുസരിച്ച് ഒരു സുഹൃത്തിന് കൈമാറിയെന്നാണ് സ്മാർട്ട് ക്രിയേഷൻസിന്റെയും മൊഴി. അതാരാണെന്ന് കണ്ടെത്തുകയാണ് പ്രധാനം. SIT-യിൽ പുതുതായി ഉൾപ്പെടുത്തിയ അംഗങ്ങൾ ഉൾപ്പെടെ പല വിഭാഗങ്ങളായി തിരിഞ്ഞാകും അന്വേഷണം. വ്യത്യസ്ത ടീമുകളായി തിരിഞ്ഞ് ചെന്നൈയിലേക്കും ബംഗളൂരുവിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോഴിക്കോട് പേരാമ്പ്രയിലെ സംഘർഷത്തിനിടയിൽ ഷാഫി പറമ്പിൽ MPയെ മർദ്ദിച്ച സംഭവത്തിൽ ലോക്കൽ പോലീസിനെ കുറ്റപ്പെടുത്തി റൂറൽ SP. ഷാഫി പറമ്പിലിനെ പുറകിൽ നിന്നും ലാത്തി കൊണ്ട് അടിക്കുകയായിരുന്നുവെന്നും പോലീസിൽ ചിലർ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചെന്നും റൂറൽ SP KE ബൈജു പറഞ്ഞു. ഷാഫി പറമ്പിലിനെതിരെ ലാത്തിച്ചാർജ് നടന്നിട്ടില്ലെന്നും കണ്ണീർവാതക ഗ്രനേഡിന്റെ ചീളുകൾ പൊട്ടിയാകാം MPക്ക് പരിക്കേറ്റതെന്നുമാണ് കഴിഞ്ഞ ദിവസം റൂറൽ SP പറഞ്ഞത്. MPക്ക് മർദ്ദനമേൽക്കുന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നതോടെ ഈ പരാമർശം വിവാദമായി മാറിയിരുന്നു. ഇതിനിടെ സംഭവത്തിൽ 3 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം DGPക്ക് പരാതി നൽകിയതിന് പിന്നാലെയാണ് പോലീസിന്റെ മലക്കം മറച്ചിൽ. ഷാഫി പറമ്പിലിനെ പുറകിൽ നിന്ന് ലാത്തി കൊണ്ട് അടിക്കുകയായിരുന്നുവെന്നും അതാരാണെന്ന് കണ്ടെത്താൻ അന്വേഷണം നടത്തുകയാണെന്നും റൂറൽ SP KE ബൈജു പറഞ്ഞു. വടകരയിൽ നടന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പരിപാടിയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. മനഃപൂർവ്വം ഇവിടെ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ പിന്നീട് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഞങ്ങളിപ്പോൾ AI ടൂളൊക്കെ ഉപയോഗിച്ചിട്ട് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ആയിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ എൻ്റെ അല്ല, ഞങ്ങളുടെ എല്ലാവരുടെയും MPനെ ഇവിടെ നിന്ന് പോലീസുകാർ പുറകിൽ നിന്ന് ലാത്തിക്കൊണ്ട് ഇങ്ങനെ കിട്ടുന്നൊരു ഉണ്ട്. അതിനു മുമ്പ് ഞങ്ങൾ എല്ലാ വിഷ്വൽസ് നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞില്ല, ലാത്തിച്ചാർജ് ഞങ്ങൾ ചെയ്തിട്ടില്ല. ഇപ്പോഴും ചെയ്തിട്ടില്ല. പേരാമ്പ്രയിൽ ലാത്തിച്ചാർജ് നടന്നിട്ടില്ലെന്നും അദ്ദേഹം ആവർത്തിക്കുന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്. കോഴിക്കോട് പേരാമ്പ്രയിലെ സംഘർഷത്തിനിടയിൽ ഷാഫി പറമ്പിൽ MPക്ക് പരിക്കേറ്റ സംഭവത്തിൽ പോലീസിനെതിരെ നടപടി വേണമെന്ന ആവശ്യത്തിൽ ഉറച്ച് കോൺഗ്രസ്. DGPക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും നടപടി ഉണ്ടായില്ലെങ്കിൽ റൂറൽ SPയുടെ വടകരയിലെ വീട് ഉപരോധിക്കുമെന്നും
കോഴിക്കോട് DCC പ്രസിഡന്റ് K. പ്രവീൺ കുമാർ പറഞ്ഞു. ഷാഫി പറമ്പിൽ MP-ക്ക് നേരെയുണ്ടായ അക്രമത്തിൽ പേരാമ്പ്ര DYSP സുനിൽകുമാർ, വടകര DYSP ഹരിപ്രസാദ് ഉൾപ്പെടെയുള്ള പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്നും റൂറൽ SP KE ബൈജുവിന് താക്കീത് നൽകണമെന്നുമാണ് കോൺഗ്രസിന്റെ ആവശ്യം. DGP-ക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും ഒരാഴ്ചക്കകം നടപടിയുണ്ടായില്ലെങ്കിൽ റൂറൽ SP-യുടെ വടകരയിലെ വസതി ഉപരോധിക്കുമെന്നും കോഴിക്കോട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. പ്രവീൺ കുമാർ പറഞ്ഞു. കൊടിസുനിയേക്കാൾ മോശമാണ് റൂറൽ SP എന്നും നടപടിയെടുത്തില്ലെങ്കിൽ ഇന്നുവരെ കാണാത്ത സമരമായിരിക്കും ഉണ്ടാവുകയെന്നും DCC പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി. ആ രണ്ട് DYSP-മാർക്കെതിരെയും ഷാഫിയെ തല്ലിയ പോലീസുകാരുടെയും പേരിൽ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ DGP-ക്ക് പരാതി അയച്ചത്. അത് നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ 5-6 ദിവസം കാത്തു നിൽക്കും. അടുത്ത ദിവസം റൂറൽ SP വടകര താമസിക്കുന്ന വീടിന് മുമ്പിൽ ഞങ്ങൾ ഉപരോധം ഏർപ്പെടുത്തും. കോൺഗ്രസ് അത്തരമൊരു സമരം ചെയ്യുന്ന പാർട്ടിയല്ല, പക്ഷെ ചെയ്യാതെ രക്ഷയില്ല. ഈ റൂറൽ SP-യുടെ താമസ സ്ഥലമായ വടകരയിലെ വാടക വീടിന് മുമ്പിൽ ഞങ്ങൾ ഉപരോധം ഏർപ്പെടുത്തും. ഇതൊരു ഭീഷണിയല്ല, ഇത് അനിവാര്യമായ നടപടി സ്വീകരിക്കാത്തവരുടെ പ്രതിഷേധമായിരിക്കും ആ പരിപാടി. എന്നാൽ ഷാഫിക്കെതിരെ ഉണ്ടായത് പോലീസിന്റെ സ്വാഭാവിക നടപടിയാണെന്നാണ് LDF-ന്റെ വാദം. പേരാമ്പ്രയിൽ നടന്നത് MP-യുടെ കയ്യേറ്റമാണെന്നും ഷാഫി പറമ്പിൽ വന്നതിനു ശേഷമാണ് പോലീസിനു നേരെ അക്രമം നടന്നതെന്നും LDF നേതാക്കൾ പറയുന്നു. ഈ വരുന്ന 14-ന് പേരാമ്പ്രയിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം ചേരുമെന്നും LDF നേതാക്കൾ അറിയിച്ചു. അതിനിടെ ഇന്നലെ പേരാമ്പ്രയിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രതിഷേധ സദസ്സിനിടെ ഉണ്ടായ സംഘർഷത്തിൽ 325 പ്രവർത്തകർക്കെതിരെ പേരാമ്പ്ര പോലീസ് കേസെടുത്തു. ന്യായവിരോധമായി സംഘം ചേരുകയും പോലീസിനെതിരെ പ്രകോപന മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ചെയ്തു എന്നാണ് FIR. സംസ്ഥാന സർക്കാരിനെതിരെ സ്വർണ്ണപ്പാളി ഉൾപ്പെടെയുള്ള വിവാദം കത്തിനിൽക്കുമ്പോൾ ഷാഫി വിഷയത്തിൽ തുടർ പ്രതിഷേധം വേണ്ട എന്ന നിലപാടും കോൺഗ്രസിൽ നിന്നും ഉയരുന്നുണ്ട്. അതേസമയം സംഘർഷത്തിൽ പരിക്കേറ്റ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന ഷാഫിയെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ICU-വിലേക്ക് മാറ്റി. അമൃത ന്യൂസ്, കോഴിക്കോട്. ലൈഫ് മിഷൻ തട്ടിപ്പ് കേസിൽ ED-യുടെ തുടർ നടപടി നിലച്ചതിലെ ദുരൂഹത ഇപ്പോഴും തുടരുന്നു. പ്രതികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന് ED സമൻസ് അയച്ചതെന്നാണ് സൂചന. സമൻസ് പുറത്തു വന്നിട്ടും മുഖ്യമന്ത്രി ഇതുവരെ വിഷയത്തിൽ വിശദീകരണം നൽകിയിട്ടില്ല. 2023-ലാണ് മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന് ലൈഫ് മിഷൻ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട ED സമൻസ് അയക്കുന്നത്. 2023 ഫെബ്രുവരി 14 രാവിലെ 10:30 ED-യുടെ കൊച്ചി ഓഫീസിൽ എത്തണമെന്നായിരുന്നു സമൻസിലുള്ളത്. സ്വപ്ന സുരേഷിനും സരിത്തിനും ED നോട്ടീസ് കൊടുത്തിരുന്നു. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലേക്കാണ് സമൻസ് അയക്കുന്നത്. എന്നാൽ വിവേക് അന്ന് ഹാജരായിരുന്നില്ല. കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷ് വിവേകിന്റെ പേര് അന്ന് തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ സൂചിപ്പിച്ചിരുന്നതാണ്. വിവേക് ഹാജരാകാതിരുന്നിട്ടും ED-യുടെ തുടർ നടപടി നിരച്ചതിലെ ദുരൂഹത തുടരുകയാണ്. മകന് സമൻസ് അയച്ചത് മുഖ്യമന്ത്രി പാർട്ടിയിലും വിശദീകരിച്ചില്ല എന്നാണ് വിവരം. സമൻസ് പുറത്തു വന്നിട്ടും മുഖ്യമന്ത്രി ഇതുവരെ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുമില്ല. എന്നാൽ ആരോപണങ്ങൾ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും മുഖ്യമന്ത്രിക്കെതിരെ എത്രയോ ആരോപണങ്ങൾ ഇതുപോലെ വന്നിരിക്കുന്നുവെന്നും മന്ത്രി V. ശിവൻകുട്ടി പ്രതികരിച്ചു. അതൊക്കെ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ഇങ്ങനെ ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ ഒരുപാട് ആക്ഷേപങ്ങൾ ഇതിൽ വന്നുകൊണ്ടിരിക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരായിട്ട് എത്രയോ ആക്ഷേപങ്ങൾ കൊണ്ടുവന്ന് ഒരു ആക്ഷേപങ്ങൾ പോലും തെളിയിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ മകന് എതിരായിട്ടും വന്നിരിക്കുന്ന ആക്ഷേപത്തെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. അതേസമയം വിഷയത്തിൽ ED തുടർ നടപടി സ്വീകരിക്കാത്തത് BJP-യും CPM-ഉം തമ്മിലുള്ള ഒത്തുകളി മൂലമാണെന്ന ആക്ഷേപവും ഉയരുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കുവൈറ്റിൽ മഴക്കാല സീസൺ അടുത്തു വന്നതായി അൽ അജാരി സയന്റിഫിക് സെന്റർ അറിയിച്ചു. അടുത്ത വ്യാഴാഴ്ച ഒക്ടോബർ 16-ന് മഴ ആരംഭിക്കുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. വസ്മ കാലം എന്ന മഴക്കാലം 52 ദിവസമാണ് നീണ്ടു നിൽക്കുക. ഇതോടെ പകൽ സമയത്തെ താപനില കുറയാനും മിതമായ കാലാവസ്ഥയിലേക്കും തണുപ്പിലേക്കുമുള്ള പുതിയ കാലഘട്ടത്തിന് തുടക്കമിടാനും കാരണമാകും. വസ്മ സീസൺ ആരംഭിക്കുന്നതോടെ ഹൗളിംഗ് സീസണും തുടങ്ങും. ഇത് 13 ദിവസം നീണ്ടു നിൽക്കും. കുവൈറ്റിൽ വിദ്യാലയങ്ങളിൽ വെച്ച് നടക്കുന്ന ആഘോഷ പരിപാടികൾക്ക് വിദ്യാഭ്യാസ മന്ത്രാലയം ശക്തമായ നിയന്ത്രണം ഏർപ്പെടുത്തി. ആവശ്യമായ അനുമതികൾ കൂടാതെ പരിപാടികൾ സംഘടിപ്പിച്ച നിരവധി വിദ്യാലയങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും എതിരെ കുവൈറ്റ് വിദ്യാഭ്യാസ മന്ത്രാലയം കഴിഞ്ഞ ദിവസം നടപടികൾ സ്വീകരിച്ചിരുന്നു. ഇതേ തുടർന്ന് ഇന്ത്യൻ വിദ്യാലയങ്ങൾ ഉൾപ്പെടെ വിവിധ സ്കൂളുകൾ പരിപാടികൾ നടത്തുന്നതിനുള്ള വിവിധ സംഘടനകൾക്ക് നേരത്തെ നൽകിയ അനുമതി റദ്ദാക്കുകയും ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നുള്ള അനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് അറിയിപ്പ് നൽകിയിരിക്കുകയുമാണ് ഇപ്പോൾ. ഇത് സംബന്ധിച്ച് ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ വർഷം മുതൽ ഏർപ്പെടുത്തിയ കടുത്ത നിയന്ത്രണങ്ങൾ നിലനിൽക്കവെയാണ് വിദ്യാഭ്യാസ മന്ത്രാലയവും സമാന രീതിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിവിധ മലയാളി സംഘടനകളുടെ നേതൃത്വത്തിൽ വരും ആഴ്ചകളിൽ ഓണാഘോഷം ഉൾപ്പെടെ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാനിരിക്കെയാണ്
സ്കൂൾ അധികൃതരിൽ നിന്നും ഇത്തരമൊരു അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. ഇതോടെ നിരവധി മലയാളി സംഘടനകളാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. കുവൈറ്റിലെ കണ്ണൂർ ജില്ലക്കാരുടെ കൂട്ടായ്മയായ ഫ്രണ്ട് ഓഫ് കണ്ണൂർ വനിതാ വേദിയുടെ നേതൃത്വത്തിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. അബാസിയ ഹെവൻസ് ഓഡിറ്റോറിയത്തിൽ വച്ച് ഹൃദയസ്തംഭനം, ശ്വാസം എടുക്കുന്നതിലെ ബുദ്ധിമുട്ട് തുടങ്ങിയ അടിയന്തര ഘട്ടങ്ങളിൽ ഇടപെടുന്നതിന് വേണ്ടി ബേസിക് ലൈഫ് സപ്പോർട്ട് എന്ന വിഷയത്തിലാണ് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. ആരോഗ്യ പ്രവർത്തകനും BLS ഇൻസ്ട്രക്ടറുമായ വിജേഷ് വേലായുധൻ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. UAE പ്രമുഖ ധനവിനിമയ സ്ഥാപനമായ ലുലു എക്സ്ചേഞ്ച് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള ഉപഭോക്തൃ സംരക്ഷണ ബോധവൽക്കരണ പരിപാടി നടത്തി. ക്രോ UAEയുമായി സഹകരിച്ച് നടത്തിയ പരിപാടിയിൽ 500ഓളം പേർ പങ്കെടുത്തു. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ചെറുക്കുന്നതിനുള്ള ബോധവൽക്കരണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലുലു എക്സ്ചേഞ്ചും ക്രോ UAEയും സഹകരിച്ചുകൊണ്ടുള്ള ബോധവൽക്കരണ പരിപാടി ഒരുക്കിയത്. ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്ന UAEയിലെ ആദ്യത്തെ എക്സ്ചേഞ്ച് സ്ഥാപനമാണ് ലുലു എക്സ്ചേഞ്ച്. രാജ്യത്തെ പ്രമുഖ അക്കൗണ്ടിംഗ്, ഓഡിറ്റിംഗ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള 500-ലധികം പ്രൊഫഷണലുകൾ പരിപാടിയിൽ പങ്കെടുത്തു. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള പുതിയ നിയമങ്ങളെക്കുറിച്ചും വഴികളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുക എന്നതായിരുന്നു പരിപാടിയുടെ സുപ്രധാന ലക്ഷ്യം. പാനൽ ചർച്ച, ഉപഭോക്തൃ സംരക്ഷണത്തെക്കുറിച്ചുള്ള ഓറിയന്റേഷൻ എന്നിവയും പരിപാടിയിൽ നടന്നു. ലുലു എക്സ്ചേഞ്ച് UAE CEO തമ്പി സുദർശനൻ, ഡെപ്യൂട്ടി ജനറൽ മാനേജർ ബിനു പൗലോസ്, ക്രോ UAE മാനേജിംഗ് പാർട്ണർമാരായ ഡോൺ തോമസ്, സയ്യിദ് മനിയർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. അമൃത ന്യൂസ്, ദുബായ്. ജിദ്ദ KMCC സംഘടിപ്പിച്ച അഹമ്മദ് മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെന്റിൽ ഫൈനൽ മത്സരത്തിൽ പാലക്കാട് KMCC ജില്ലാതല മത്സരങ്ങളിൽ ജേതാക്കളായി. ക്ലബ്ബ് വിഭാഗത്തിൽ റീം FCയും ജൂനിയർ വിഭാഗത്തിൽ JSC അക്കാദമിയും വിജയിച്ചു. ജിദ്ദ മഹജർ എംബറർ സ്റ്റേഡിയത്തിൽ ജിദ്ദ KMCC സംഘടിപ്പിച്ച അഹമ്മദ് മെമ്മോറിയൽ സൂപ്പർ 7 ടൂർണമെന്റിൽ ആയിരക്കണക്കിന് ഫുട്ബോൾ പ്രേമികളെ സാക്ഷി നിർത്തി പാലക്കാട് ജില്ലാ KMCC സുവർണ കിരീടം നേടി. അഡ്നോവ് കണ്ണൂർ ജില്ലാ KMCCയെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് പാലക്കാട് ജില്ലാ KMCC ജേതാക്കളായത്. ഇരു ടീമുകളും ദേശീയ അന്തർദേശീയ താരങ്ങളാണ് നിരത്തിയാണ് മത്സരത്തിനിറങ്ങിയത്. മുൻ ഇന്ത്യൻ താരം VP സൊഹേറിന്റെ നേതൃത്വത്തിലാണ് പാലക്കാട് ടീം കളിക്കളത്തിലിറങ്ങിയത്. ചെറിയ ആരവത്തിലെ നാട്ടില് നമ്മളൊരു കളിക്കുന്ന ഒരു ഫീല് ഉണ്ടായി ഇവിടെ വന്നിട്ട് കളിക്കുമ്പോൾ. ക്ലബ്ബ് വിഭാഗം ചാമ്പ്യൻഷിപ്പിൽ കംഫോർട്ട് ട്രാവൽസ് FC ബിറ്റ് ബോൾട്ട് FCയെ 1-4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി വിജയിച്ചു. ജൂനിയർ വിഭാഗം മത്സരത്തിൽ JSC അക്കാദമി സോക്കർ FCയെ 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി കപ്പടിച്ചു. പരിപാടിയിൽ റിസ്വാൻ ഫ്രീ സ്റ്റൈൽ ഫുട്ബോൾ ഉപയോഗിച്ച് നടത്തിയ വിസ്മയിക്കുന്ന പ്രകടനങ്ങളും KMCC വനിതാ വിംഗ് സംഘടിപ്പിച്ച ഒപ്പനയും കാണികൾക്ക് ഇരട്ടി മധുരമായി. KMCC സൗദി നാഷണൽ കമ്മിറ്റി ചെയർമാൻ ഖാദർ ചെങ്കള പരിപാടി ഉദ്ഘാടനം ചെയ്തു. റസാഖ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. PP മുസ്തഫ ആമുഖ പ്രഭാഷണം നടത്തി. ഇന്ന് 10,000-ഓളം കാണികൾ അണിനിരന്ന ഈ ഫൈനൽ മാമാങ്കം ജിദ്ദ KMCC സെൻട്രൽ കമ്മിറ്റി ഇനി വരുന്ന നാളുകളിലും ഇത്തരത്തിലുള്ള ഫുട്ബോൾ ടൂർണമെന്റുകളും കായിക മത്സരങ്ങളും ജിദ്ദ പട്ടണത്തിൽ സംഘടിപ്പിക്കുമെന്ന് VP അബ്ദുറഹ്മാൻ, VP മുഹമ്മദ് അലി തുടങ്ങിയവർ ആശംസകൾ നേർന്നു. സുൽഫിഖുറദായ്, അമൃത ന്യൂസ്, ജിദ്ദ. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ മാതാപിതാക്കൾക്കായി സ്മൃതി മണ്ഡപം ഒരുങ്ങി. കൊല്ലം അമൃതപുരി മാതാ അമൃതാനന്ദമയി മഠത്തിനോട് ചേർന്ന് തയ്യാറാക്കിയ സ്മൃതി മണ്ഡപത്തിൽ അമ്മ ഭദ്രദീപം തെളിയിച്ചു. കുടുംബാംഗങ്ങളുടെയും മുതിർന്ന സന്യാസിമാരുടെയും ആശ്രമ അന്തേവാസികളുടെയും സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ. അമൃതപുരി ആശ്രമത്തിലെ പ്രത്യേകം തയ്യാറാക്കിയ ഇടത്താണ് അമ്മയുടെ പിതാവ് സുഗുണാനന്ദനും മാതാവ് ദമയന്തിയമ്മയ്ക്കുമായി സ്മൃതി മണ്ഡപം ഒരുക്കിയത്. കുടുംബാംഗങ്ങളുടെയും മുതിർന്ന സന്യാസിമാരുടെയും ആശ്രമ അന്തേവാസികളുടെയും വിവിധ കരയോഗം പ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ അമ്മ സ്മൃതി മണ്ഡപത്തിൽ ഭദ്രദീപം തെളിയിച്ചു.
തുടർന്ന് പുഷ്പാർച്ചനയും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. അമ്മയുടെ ആഗ്രഹപ്രകാരമാണ് പിതാവിനും മാതാവിനുമായി സ്മൃതിമണ്ഡപം പൂർത്തിയാക്കിയത്. ഇതൊരു സ്മൃതിമണ്ഡപം അവരുടെ ഒരു സമാധി പീഠം പോലെ ഉണ്ടാക്കണമെന്ന് ഈ സന്യാസിമാരുടെയും അമ്മയുടെ നിർദ്ദേശപ്രകാരം എന്നെ ഏൽപ്പിക്കുകയായിരുന്നു. അപ്പോൾ അതിന് ഒരു വർഷം മുമ്പായിട്ട് തന്നെ. അപ്പോൾ അത് ഈ ഒരു വർഷത്തിനുള്ളിൽ ഇത് ഇത്രയും ഭംഗിയായി നടപ്പിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് അച്ഛനും അമ്മയും ഇല്ലാതിരുന്നപ്പോൾ ഞങ്ങൾക്കൊരു വല്ലാത്ത ശൂന്യത ഉണ്ടായിരുന്നു എല്ലാ കാര്യത്തിലും. അമ്മയുണ്ടെങ്കിൽ പോലും ഇവിടെ സന്യാസാശ്രമം പോലും ഞങ്ങളുടെ എല്ലാമായിരുന്നു അവർ. കാരണം നമുക്ക് എന്ത് പ്രശ്നമുണ്ടെപ്പോഴും വന്നിരുന്ന് സംസാരിക്കാനും അച്ഛനെ സംബന്ധിച്ചറിയാമല്ലോ, ഞങ്ങൾ മാത്രമല്ല മക്കളെ, എല്ലാവരും മക്കളെ പോലെയാണ്. അച്ഛൻ ഒരുപാട് ഭക്തന്മാർക്കും ഒക്കെ തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും മരണമെന്ന് വെച്ചാൽ വളരെയേറെ വേദനയുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ തന്നെ വന്നിട്ട് അവർക്ക് അച്ഛൻ്റെ ഓർമ്മകൾ ഞങ്ങളോട് പറയുകയും അതുപോലെ അവർക്കൊക്കെ തൊഴാനോ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള സൗകര്യം എല്ലാവർക്കും ആവശ്യമാണെന്ന് അവരുടെ നിർദ്ദേശവും എല്ലാം കൂടെ ചേർന്നപ്പോഴാണ് ഇതിൻ്റെ കാര്യം അമ്മ പറയുകയും ഞാൻ ഏകദേശം ഒരു വർഷം കൊണ്ട് ഇതിനു വേണ്ടിയുള്ള കാര്യങ്ങളും ഒരുക്കങ്ങളും ഒരുക്കുകയും ഇത്രയും ഈ സമയത്ത് അമ്മയ്ക്ക് ബർത്ത്ഡേക്ക് മുമ്പ് തന്നെ അതൊരു ഭംഗിയായി തീർക്കാനും സാധിച്ചു. അതിനുശേഷം അത് കഴിഞ്ഞ് അമ്മയോട് ചെന്ന് അമ്മ വന്ന് ബ്ലെസ് ചെയ്തു. പിന്നെ അമ്മ വന്നിട്ട് ഇത് അമ്മ തന്നെ വിളക്ക് കത്തിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം അമ്മ പറഞ്ഞു മക്കളെല്ലാം കൂടെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം അമ്മ തന്നെ നേരിട്ട് വന്ന് അമ്മ അവിടെ വന്നിട്ട് ഒരു ധ്യാന മണ്ഡപം പോലെയാണ്. അമ്മയ്ക്ക് ധ്യാനിക്കണമെന്ന് ഞാൻ അകത്തിരുന്നപ്പോൾ പറഞ്ഞു, ധ്യാനിക്കണം. അറിയാതെ അമ്മ ആ ധ്യാനത്തിലേക്കാണ് അമ്മ മുഴുകിയത്. അതൊക്കെ നല്ലൊരു സൂചനയായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതിനുശേഷം അമ്മ തന്നെ വിളക്കും കത്തിച്ചു പിരിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞങ്ങളുടെ കൂടെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട്. അച്ഛനും അമ്മയുടെയും പ്രസൻസ് ഞങ്ങൾക്ക് മാത്രമല്ല അമ്മയുടെ ഒരുപാട് ഭക്തന്മാരായ മക്കളും ഈ ആശ്രമവാസികൾക്കും അങ്ങനൊരു സ്ഥാനമാണിത്. അവർ തിരിച്ചു കിട്ടിയ ഒരു പ്രതീതിയാണ് ഞങ്ങൾക്കിപ്പോൾ തോന്നുന്നത്. സന്തോഷം. അത് ചെയ്യാൻ കഴിഞ്ഞു, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു. ഏകദേശം അമ്മയുടെ ബർത്ത്ഡേക്ക് മുമ്പ് ഒരാഴ്ച മുമ്പേ തന്നെ ഞാൻ വന്ന് നിന്നാണ് ഇതിന് നിർദ്ദേശം കൊടുക്കുകയും അവസാനം ഈ മണിക്കൂറുകളെല്ലാം ചെയ്തു. അതിങ്ങനായി തീർന്നതിൽ വളരെ സന്തോഷം. സത്യത്തിൽ ഞങ്ങൾക്ക് അച്ഛനും അമ്മയും തിരിച്ചു കിട്ടി അവരുടെ ഓർമ്മകളും അവരുടെ കാര്യങ്ങളും എല്ലാം കാണുകയും എല്ലാവർക്കും വന്ന് കൂടാനും ഈ പറയുന്ന ഭക്തന്മാരുടെയും മറ്റ് സന്യാസി മക്കൾക്കുമൊക്കെ എല്ലാവർക്കും അച്ഛനും അമ്മയും തിരിച്ചു കിട്ടിയ ഒരു പ്രതീതിയാണ് ഈ നിമിഷം മുതൽ ഞങ്ങൾക്ക് ഉള്ളത്. പൂർണ്ണമായും കരിങ്കല്ലിലാണ് സ്മൃതിമണ്ഡപം ഒരുക്കിയിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള ശില്പികളാണ് സ്മൃതിമണ്ഡപം നിർമ്മിച്ചത്. സ്മൃതിമണ്ഡപത്തിനോട് ചേർന്ന് പിതാവ് സുഗുണാനന്ദനും മാതാവ് ദമയന്തിയമ്മയ്ക്കും ഒപ്പമുള്ള അമ്മയുടെ ഓർമ്മ ചിത്രങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊല്ലം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത യൂട്യൂബ് കാണുക.